കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ട് ഇന്ന് പകലിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് കാരണം ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇന്ന് പകലിൽ നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖവരുകൾ കൂടാതെ വേഗം തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിന്റെ ഇടപെടലുകൾക്കായി ഈ പകലിൽ നമുക്ക് കാത്തിരിക്കാം. 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ ഈ പകലിൽ നമ്മുടെ ചിന്തയ്ക്കായി വായിക്കാം. 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി നടക്കേണ്ടുന്നത് അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, പ്രസംഗിക്കപ്പെട്ടു, എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാണ്. കർത്താവ് ഈ വചനത്തിനായി നന്ദി. ജനത്തോട് സംസാരിച്ചാട്ടെ. ആത്മമണ്ഡലത്തെ തുറക്കണമേ. കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളെ ഈ പകലിൽ ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ബുദ്ധിയെ തുറക്കണമേ. ഏകാഗ്രതയോടെ ഇരിപ്പാൻ സഹായിക്കണമേ. നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളാണ് ഇന്ന് പകലിൽ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചത്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഇത്. അപ്പൊ എന്തോ എഴുതുന്നേ? ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ എന്താണ് എഴുതുന്നത്? സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടുന്നതാണ് എഴുതുന്നത്. ആട്ടെ, എന്താണ് ഈ നടക്കണമെന്ന് പറഞ്ഞ് എഴുതുന്നത്? 16-ാം വാക്യം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഇതെന്താന്നാ പറഞ്ഞ 15-ാം വാക്യത്തിൽ? നടക്കേണ്ടുന്നത്. ഇത് നടക്കേണ്ടുന്നത് എന്ന് പറയുമ്പോ ഇത് ഇനി നടക്കേണ്ടുന്നതാണോ ഇത് നടന്നതാണോ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു നടക്കേണ്ടുന്നതാണോ നടന്നതാണോ? ഇനി അവൻ ഒരിക്കൽ കൂടി ജഡത്തിൽ വെളിപ്പെടുവോ? പിന്നെന്തിനാ ഈ നടക്കേണ്ടുന്നെന്നും പറഞ്ഞത് എഴുതിയേ? ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ. ഇതല്ല സംഭവിച്ചതല്ലേ? ഇനി ഇത് സംഭവിക്കണമെന്ന് പറഞ്ഞാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ? ഒരു വിരോധാഭാസം പോലെ തോന്നുന്നില്ലേ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും ജഡത്തിൽ വെളിപ്പെടുമോ? എന്തോ ഈ പറയുന്നേ? ആമേൻ. അത് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ 15-ാമത്തെ വാക്യം ശരിക്കും വിശകലനം ചെയ്യണം. 14 എന്ന് പറഞ്ഞിട്ട് 15 നമ്മൾ വിശകലനം ചെയ്യാൻ പോവുകയാണ്. 14 നിങ്ങൾ ഒന്ന് നോക്കി. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. ഞാൻ വേഗത്തിൽ വരുമെന്ന് ആശിക്കുന്നു. ഇനി 15 താമസിച്ചു പോയാലോ? ഞാൻ വേഗത്തിൽ വരാനിരിക്കുകയാണ്. വരുന്നതിന്റെ വേഗത്തിലാണ് വരുന്നത്. അങ്ങനെ വരാനിരിക്കുന്ന കൂട്ടത്തിൽ അല്പമെങ്ങാനും താമസിച്ചു പോയാലോ? ഹലോ, എന്റെ ഭാഷ പറഞ്ഞ പുരയ്ക്ക് തീ പിടിക്കുന്നത് കണ്ടു വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ വ്യഗ്രതയാണ് പൗലോസിന്റെ വാക്കിലുള്ളത്. ഇപ്പൊ ഒരാളുടെ പുരയ്ക്ക് തീ പിടിക്കുക, ഒരു തീപിടുത്തം നടക്കുക. നമ്മളാണ് എന്താ ചെയ്യുന്നത്? തീ പിടിച്ചു തുടങ്ങി നമ്മളാണ് ആദ്യം കാണുന്നത്. അപ്പൊ നമ്മള് എല്ലാം ഷർട്ടെല്ലാം പെട്ടെന്ന് അകത്തോട്ട് ഓടി
പിന്നെ ഒരെണ്ണം എടുത്തപ്പോ ചുളുങ്ങിയിരിക്കുക, വീണ്ടും അയൺ ബോക്സ് ഒക്കെ കുത്തി പിന്നെ ചൂടാക്കി തേച്ചിട്ടപ്പോഴേ അറിഞ്ഞു ഷൂ പോളിഷ് ചെയ്തിട്ടില്ല. ഉടനെ ഷൂ പോളിഷ് ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് ഒരു പരുവത്തിലാക്കി വളരെ സാവധാനത്തിൽ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പുരയ്ക്ക് തീ പിടിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ വീടിന് തീ പിടിക്കുന്നത് നമ്മൾ കണ്ടാൽ എത്രത്തോളം ശക്തിയോടെ ഓടാമോ, എത്രത്തോളം ശക്തിയോടെ വിളിച്ചു പറയാമോ, അത്രത്തോളം ശക്തിയോടെ നമ്മൾ വിളിച്ചു പറയും. ഇത് തന്നെയാ പൗലോസ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ വേഗത്തിൽ വരുമെന്ന് ആശിക്കുന്നു, ഇനി താമസിച്ചു പോയാലോ എന്ന് കരുതി ഇതെന്ത് ചെയ്യുക എന്ന് പറഞ്ഞ് ഈ സന്ദേശം നിന്റെ അടുക്കലെത്താൻ ഒരു മിനിറ്റ് വൈകാൻ പാടില്ല. എന്താ എഴുതുന്നേ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ദേവാലയത്തിൽ നടക്കേണ്ടെന്ന് എഴുതുന്നത്. ഓക്കെ, ഈ 16-ാം വാക്യത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു തുടങ്ങിയുള്ള കാര്യങ്ങൾ നടന്നതാണ്. പക്ഷെ പൗലോസ് അത് നടക്കേണ്ടുന്നത് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. അതെന്താണ്, അതിന്റെ പിന്നിലെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ 15-ാം വാക്യം വിശകലനം ചെയ്താൽ പറ്റത്തുള്ളൂ. ഇവിടെ 3 വാക്കുകൾ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നു. 1, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. 2, ജീവനുള്ള ദൈവത്തിന്റെ സഭ. 3, ദേവാലയം. ആമേൻ. അപ്പൊ സഭ എന്നുള്ളതിന് 3 പേരുകളാണ് നമ്മളിവിടെ കാണുന്നത്. 1, പറഞ്ഞു ഒരുമിച്ച് പറ, അടിസ്ഥാനം. 2, ജീവനുള്ള ദൈവത്തിന്റെ സഭ. 3, ദേവാലയം. ഇങ്ങനെ 3 പേരുകളാണ് ഇവിടെ കാണുന്നത്. ഇനി സഭ എന്താണെന്ന് അറിയാതെ 16-ാം വാക്യത്തിൽ സഭയിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അപ്പൊ ഒന്നാമത് നമ്മൾ അറിയേണ്ടത് സഭ എന്താണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സഭ. ഒന്നിച്ച് പറ, സഭ. എന്താണ് സഭ? മക്കളെ അടച്ചു വെച്ച് അടച്ചു, വണ്ടിയൊക്കെ പിന്നെ വരയ്ക്കും. ഒന്നോട് പറഞ്ഞേ, സഭ. എന്തുവാ ഈ സഭ? ചർച്ച് എന്ന വാക്കിന്റെ അർത്ഥം, അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എക്ലീഷ്യ എന്നാണ്. എക്ലീഷ്യ എന്ന വാക്കിന്റെ അർത്ഥം എ കോൾഡ് ഔട്ട് പീപ്പിൾ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അത് സഭ എന്നുള്ളതിന്റെ ലിറ്ററൽ മീനിങ് ആണ്. ചോദ്യം, സഭ എന്താണ്? സഭ IPC ആണോ? സഭ ചർച്ചകളാണോ? സഭ സുവാർത്തയാണോ? സഭ സാരോനാണോ? സഭ ഏരിയാണോ? ഇതെല്ലാം പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ പിന്നെ സഭ എന്താ? ആഗോള വ്യാപകമായി രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ് ദൈവകൃപയിൽ ജീവിക്കുന്ന സകല മാനപേരും ചേരുന്നതാണ് സഭ. ദൈവത്തിന് സഭ 2 ഇല്ല, ദൈവത്തിന് സഭ 1 ഉള്ളൂ. ആ സഭയിൽ അംഗമാകണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വീണ്ടും ജനനം അനുഭവിച്ച് ആത്മാവിൽ ആരാധിക്കുന്നവന് മാത്രമേ ആ സഭയിൽ അംഗമാകാൻ കഴിയത്തുള്ളൂ. അമ്മേ സ്തോത്രം. സ്നാനപ്പെടാതെ എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകുന്നതുകൊണ്ട് സഭയിൽ അംഗമാകാൻ പറ്റത്തില്ല കേട്ടോ. ഹലോ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത് നമ്മൾ വായിക്കുന്നത് 3000 പേര് വന്നിട്ട് ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട് ഉപദേശം കൊണ്ട് പ്രസംഗിച്ചു. എന്നിട്ട് അന്ന് 3000 പേര് സഭയോട് ചേർന്നു. എങ്ങനെ ചേർന്നു? എന്തോ? അപ്പൊ സഭയോട് ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാതെ ഒരു നിവൃത്തിയില്ല. നിങ്ങളിപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സ്വസ്ഥമാകാൻ വേണ്ടി സുവാർത്തയിൽ നല്ല ആരാധനയാ, നല്ല പാസ്റ്ററാ, നല്ല ശുശ്രൂഷയാ, അതുകൊണ്ട് ചുമ്മാ ഒന്ന് കൂടിയേക്കാം എന്ന് പറഞ്ഞാൽ സഭയിലാകത്തില്ല. സഭയിലാകണമെങ്കിൽ സ്നാനപ്പെട്ടേ പറ്റൂ.
രക്തം ജയം. അതെന്താ? എടാ, യേശു ക്രിസ്തുവുമായി എന്നെ ബന്ധിപ്പിക്കുന്നത് സ്നാനം. അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയാം, +2 കഴിഞ്ഞിട്ട് മോനെ സ്നാനപ്പെടുത്താമെന്നും പറഞ്ഞൊന്നും ഇരിക്കരുത്. സ്നാനം ആവശ്യമാണെന്ന് അവന് മോദി അവനെ സ്നാനപ്പെടുത്തണം. ഹലോ, മനസ്സിലായില്ല? നമ്മളിപ്പോ കൊച്ചിന് മോനെ സ്നാനപ്പെടണ്ടേ, അപ്പം മോൻ പറയാ മമ്മി 10th കഴിയട്ടെ. എനിക്ക് മനസ്സിലായത് ഈ 10th ഒക്കെ ആകുമ്പോഴേക്ക് ചെയ്യാനുള്ള സകല പാപം ഇവൻ അങ്ങ് ചെയ്യും. അപ്പൊ 10th കഴിഞ്ഞാൽ പിന്നെ ഇവന് പാപം ചെയ്യണമെന്ന് തോന്നത്തേ ഇല്ല. അപ്പൊ പിന്നെ സ്നാനപ്പെട്ട കുഴപ്പമില്ലല്ലോ. ചിലര് പറയുന്നത് മമ്മി +2 കഴിയട്ടെന്ന്. എനിക്ക് മനസ്സിലായ കാര്യം പറയാം. 10th ആയപ്പോ ഇവനെല്ലാം ഒന്നും ചെയ്തിട്ടില്ല, ചിലതൂടൊക്കെ ചെയ്യാനുണ്ട്. അതിന് 2 വർഷത്തെ സമയം കൂടെ വേണം. അത് കഴിയുമ്പോൾ പിന്നെ ഇവനെ അങ്ങ് സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ജീവകാലത്ത് ഇവൻ ഒരു പാപവും അല്ല, അവന് തോന്നത്തോലുമില്ല. ഹലോ, ഇടമോനെ, കർത്താവ് വരാറായി. സ്തോത്രം. സ്നാന സത്യമാണെന്ന്, രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് വരാറായി. ഇനി നാളെ നീളേന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഹല്ലേലൂയ. ഞാന് പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയല്ല. ഞാൻ ഉള്ള കാര്യം പറയാ. നമ്മളൊക്കെ ഇങ്ങനെ ജീവനോടിരിക്കുന്നത് അകത്ത് കിടക്കുന്ന വര മാനസാന്തരപ്പെട്ടതുകൊണ്ടാ. ആർക്ക് എവിടെ കിട്ടി? എടാ, ഇത് സ്ഥാനം തെറ്റി മുകളിലോട്ട് കയറിയാ പോരാ തീരാൻ. അപ്പൊ ഈ നമ്മൾ വലിയ ആളാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വര മാനസാന്തരപ്പെട്ടതുകൊണ്ടാ. ഹലോ, നിങ്ങൾ മനുഷ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വെച്ചു, അത് ഇങ്ങനെ വെച്ചില്ല, തീർന്നില്ലയോ? അതുകൊണ്ട് നേരത്തെ കാലത്തെ കർത്താവിനെ അറിഞ്ഞോണം. ചേർന്ന് രാമൻ പറഞ്ഞത് ആർക്കും ചിന്തിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിനോട് ചേരണമെങ്കിൽ സ്നാനപ്പെട്ട പറ്റൂ. അപ്പൊ സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം അനുഭവിച്ച് മാനസാന്തരം അനുഭവിച്ച് സ്നാനപ്പെട്ട് വേർപെട്ട് കർത്താവിനെ ആരാധിക്കുന്നവരാണ് സഭ. കർത്താവിന് സഭകൾ ഇല്ല, സഭയേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ സഭയും കർത്താവും തമ്മിലുള്ള ബന്ധം എന്തുവാ? സഭയും കർത്താവും തമ്മിലുള്ള ബന്ധം, സഭ അവന്റെ ശരീരവും ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ തലയും. മോനെ, ആ മിക്സറിന്റെ പിന്നെ ഗെയിനിന്റെ തൊട്ട് ബാക്കിൽ ഒരു ബേസ് കട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് ഞെക്കിയിടരുത്. അത് ഓണാക്കിയിട്ടാൽ ഈ ഒരു സൗണ്ട് വെക്കും. ഉണ്ടോ? അത് ഓണായിരുന്നോ? സ്തോത്രം. അപ്പോ സഭയും കർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സഭ കർത്താവിന്റെ ശരീരവും ക്രിസ്തു ഈ ശരീരത്തിന്റെ തലയോ. മേൻ വാക്യങ്ങൾ വായിച്ചു പോകാൻ നേരം ഇല്ലാത്തോണ്ടാ. ഇനി ബന്ധം എങ്ങനെ? ഈ തലയും ശരീരവും തമ്മിലുള്ള ബന്ധം എങ്ങനെ? സന്ധികളാലും ഞരമ്പുകളാലും ഏകീഭവിച്ച്. വായിച്ചോ കൊലോസ്യ ലേഖനം 2:19. വേഗം പെട്ടെന്ന് നിന്നു. ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ഏകീഭവിച്ച് അപ്പൊ ക്രിസ്തു ആരാ? സഭ ആരാ? ശരീരം. അപ്പോ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ആത്മനിറവിൽ നമ്മൾ സഭയ്ക്കകത്തോട്ട് വരുമ്പോ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലേക്കാണ് പ്രവേശിക്കുന്നത്. ബന്ധം ഡയറക്റ്റ് കണക്ഷനാണ്. ഞാൻ വളരെ രസകരമായ ഒരു കഥ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാം കേരളത്തിൽ നിന്ന് വന്നവരൊക്കെ ആണല്ലോ. ഇപ്പൊ ഈ ചക്ക പറിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി കേട്ടിട്ടുണ്ട്. ചക്ക ഒരച്ചായൻ രാവിലെ തോട്ടി കെട്ടി ചക്ക പറിച്ചുകൊണ്ട് നിൽക്കുക.
അപ്പോ ചക്ക പറിച്ചോണ്ട് നിന്നപ്പോ ഈ തോട്ടിയെന്ന് ഈ കത്തി ഉണ്ടല്ലോ, അരിവാള്, അത് ഊരി ചക്കയിലിരുന്നു. അമ്മേ, ഈ അച്ചായൻ ആകെപ്പാടെ കുഴഞ്ഞു. അച്ചായൻ എന്ത് ചെയ്തെന്നറിയോ? നേരെ പ്ലാവെ കയറി ആ അരിവാള് എടുത്ത് താഴെ ഇട്ടു. എന്നിട്ട് വീണ്ടും ആ തോട്ടി കെട്ടിയിട്ട് അച്ഛൻ വീണ്ടും തോട്ടി വെച്ച്, അച്ഛാ അരിവാള് പ്ലാവയിലുണ്ടായിരുന്നു, കയ്യുടെ അടുക്ക ചാക്ക്, അത് വെച്ച് മുറിച്ചിട്ടാ പോരായിരുന്നു. അച്ഛൻ ഏതുകൂടെ വേണം? തോട്ടിയും കൂടെ വേണം. നമുക്ക് കർത്താവുമായിട്ടുള്ള കണക്ഷൻ ഡയറക്റ്റ് കണക്ഷനാ. ഇടയ്ക്ക് ഒരു തോട്ടിയും വേണ്ട. ബന്ധം കണ്ടോ? സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ച് ദൈവികമായ വളർച്ച. ഡയറക്റ്റ് കണക്ഷന്. എന്റെ തലയും ശരീരവും തമ്മിൽ ഭയങ്കര അകലമാണോ? അല്ല. ഇത് സന്ധികളാലും ഞരമ്പുകളാലും ഏകീഭവിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കത്തക്ക വിധത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. ഇങ്ങനെ തന്നെയാ കർത്താവുമായിട്ട് എനിക്ക്. എന്നിട്ട് ഇതിൽ നിന്നാണ് വളർച്ച വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇനി സഭ ആരാന്നാ പറഞ്ഞേ? കർത്താവ് ആരാന്നാ പറഞ്ഞേ? എന്റെ ചോദ്യം അങ്ങനെ തന്നെയല്ലേ? ശരിയല്ലേ? തലയില്ലാതെ ശരീരമുണ്ടോ? ശരീരമില്ലാതെ തലയുണ്ടോ? ക്രിസ്തു ആരാ? സഭ ആരാ? ചോദ്യം, തലയില്ലാതെ ശരീരമുണ്ടോ? ശരീരമില്ലാതെ തലയുണ്ടോ? സഭ ആരാ? ക്രിസ്തു ആരാ? തല. അല്ല, ക്രിസ്തു ഇല്ലാതെ സഭയുണ്ടോ? സഭയില്ലാതെ ക്രിസ്തു ഉണ്ടോ? അപ്പൊ ക്രിസ്തു ഇല്ലായിരുന്നോ? സഭ എന്നാ ഉണ്ടായേ? സഭ എന്നാ ഉണ്ടായെന്ന് ആണ്ടടക്കുന്നു. സഭ എന്നാ ഉണ്ടായെന്ന് പോയി. സഭ എന്നാ ഉണ്ടായെന്ന്. എടാ, പെന്തക്കോസ്തുകാരിലല്ലേ സഭ ഉണ്ടായേ? അപ്പൊ അതുവരെ ക്രിസ്തു ഇല്ലായിരുന്നോ? അതൊരു മർമ്മമാണ് കേട്ടോ, അതൊരു മർമ്മ. സുവിശേഷത്തിൽ ക്രിസ്തു എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള 1-2 ഇടമുള്ളൂ. അത് തന്നെ പറഞ്ഞു, ഇത് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയതാ, മർമ്മ. സ്തോത്രം. മനസ്സിലായി? അപ്പൊ സുവിശേഷ കാലയളവിൽ ക്രിസ്തു ഉണ്ടായിരുന്നു, പക്ഷേ മർമ്മമാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിക്കകത്തോട്ട് കയറി കഴിഞ്ഞപ്പോ ക്രിസ്തു എന്നുള്ളതൊരു മർമ്മമല്ല. സുവിശേഷത്തിൽ മുഴുവൻ യേശു യേശു യേശു. യേശുവിനെ ക്രിസ്തു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയതാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിക്കകത്തോട്ട് കയറിയപ്പോ സ്തോത്രം, പിന്നെ യേശു അല്ല, ക്രിസ്തുവാണ്. അത് വെളിപ്പെട്ടു. അതങ്ങനെ നിൽക്കട്ടെ, അതൊരു ചിന്തയായിട്ട് നിന്നുകൊണ്ട് നമുക്ക് പുറകാലെ വരാം. ആമേൻ. അപ്പൊ സഭയില്ലാതെ ക്രിസ്തു ഇല്ല, ക്രിസ്തു ഇല്ലാതെ സഭയില്ല. ഞാനത് വ്യക്തമാക്കാം. അടുത്ത ഭാഗത്തോട്ട് വരട്ടെ. ഇനി എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓടിക്കേറി പോകുന്നത്. ആമേൻ. എനിക്ക് എങ്ങനെ പ്രസംഗിച്ചാലും സബ്ജക്റ്റിന് നീളമുള്ളതായതുകൊണ്ട് ഒരു 1.25-2 മണിക്കൂർ കിട്ടിയെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഈ ഓടിപ്പിടിച്ച് ആമേൻ ഈ വരുന്നു, എല്ലാം ഒരു സെറ്റപ്പാണ്. അപ്പോൾ ആമേൻ അതിൻ്റെ ഇടയിൽ സ്തോത്രം കട്ട്ഷോട്ട് ചെയ്തേ കയറി പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതൊക്കെ എങ്ങനെ കട്ട്ഷോട്ട് ചെയ്യാനായിട്ട് എനിക്കോട്ട് അറിയത്തില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അതിൻ്റെ ആ ഒരു ശൈലി അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഹലോ, സ്തോത്രം. ഈ അഥേനയിലുള്ള ആളുകളുണ്ടല്ലോ, വല്ല പുതുമയും കേൾക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല എന്നതുപോലെ സ്തോത്രം. നമുക്ക് ഈ 2.5 മണിക്കൂർ 2 മണിക്കൂർ ഹോള് കിട്ടുന്നിടത്ത് സ്തോത്രം പ്രാർത്ഥന, ആരാധന, ശുശ്രൂഷകൾ എല്ലാം പോയിട്ട് പിന്നെ ദൈവവചനം എന്ന് പറയുമ്പോഴത്തേന് ഒരു 45 മിനിറ്റാണ് നോർമലി കിട്ടുന്നത്. കർത്താവ് സുവാർത്ത ചർച്ചിന് സ്വന്തമായ ഒരു ആരാധനാലയം വരട്ടെ. സ്തോത്രം. മണിക്കൂറുകൾ ആമേൻ ഇരിക്കത്തക്ക വിധത്തിൽ സ്തോത്രം. തൊട്ടടുത്ത് ആമേൻ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ബുക്ക് എടുത്ത് എഴുതാൻ നിൽക്കാത്ത, തൊഴിലാളികളില്ലാത്ത, ഓ ജീസസ് ഹല്ലേലൂയ, ആമേൻ, അടുത്ത ഒരുത്തൻ കീബോർഡുമായിട്ട് വന്നു കയറാനില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട സ്വന്തമായ ഒരു ആരാധനാലയം
യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകട്ടെ. അപ്പോ സ്തോത്രം. എന്താ ഈ സഭയുടെ പ്രസക്തി? വളരെ ദൂരത്തോട് കേൾക്കണേ. എന്താണ് സഭയുടെ പ്രസക്തി? സഭയുടെ പ്രസക്തി ഞാൻ പറയാം. ഒന്ന് വായിച്ചാൽ എഫേസ്യ ലേഖനം 3:9 വാക്യം. വേഗം സഭയുടെ പ്രസക്തി. ശ്രദ്ധിക്കണേ. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം. അങ്ങനെ ഇപ്പോൾ വായിച്ചു. അടുത്തത് കേട്ടോണേ. സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം ആര് മുഖാന്തരം അറിയാതിരുന്നേ? അപ്പൊ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ഇന്ന് ആരെങ്കിലും അറിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, സഭ. അത് ആരൊക്കെയാ? സ്വർഗത്തിൽ ആരാ ഉള്ളേ? ദൈവമാണോ? ദൈവം കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുമില്ലേ? ദൈവം ചെയ്ത കാര്യം ദൈവത്തോട് തന്നെ എന്തിനാ പറയുന്നത്? സ്വർഗത്തിൽ ആരാ ഉള്ളേ? ദൂതന്മാര്. അടുത്തത് വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശ മണ്ഡലങ്ങളിലെ പൈശാചിക സേന, അവയാണ് ഈ വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറയുന്നത്. സ്വർഗത്തിലുള്ളത് ദൈവം കഴിഞ്ഞാൽ പിന്നെ ദൂതന്മാരാണ്. അപ്പൊ സ്വർഗത്തിലെ ദൂതന്മാർക്കും ആകാശമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന വാഴ്ചകൾ സാത്താന്യ മണ്ഡലങ്ങൾക്കും ദൈവം ചെയ്യാനിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ അറിയാനായിട്ടൊരൊറ്റ മാർഗമുള്ളൂ, സഭ. മനസ്സിലായോ? സ്തോത്രം. അപ്പോ ഇത് ദൈവം അനാദികാലം, 9 വാക്യം മോളെ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു സംഭവം. ആ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്ന് വന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അപ്പം ആ മറഞ്ഞു കിടന്നത് എല്ലാവർക്കും ഇപ്പൊ പ്രകാശിപ്പിക്കണമെങ്കിൽ 10 വാക്യം, സഭ എന്ന ദൈവത്തിന്റെ സംവിധാനം ഉണ്ടാകണം. ശ്രദ്ധിക്കേ, ദൂതന്മാർ പോലും ദൈവത്തിന്റെ പദ്ധതി അറിയാൻ എവിടെ വരണം? ഞാന് നിങ്ങളോട് പറയാം, വെളിപ്പാടുള്ള ശുശ്രൂഷകന്റെ ശുശ്രൂഷ ദൂതന് ബൈബിൾ സ്റ്റഡിയാ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, തെളിയിക്കാം. പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് നിങ്ങളോട് അറിയിച്ചപ്പോൾ അതിലേക്ക് ദൂതന്മാരും. ദൂതന്മാര്, ഞാൻ അവിടെ നിർത്തി ഒരു കാര്യം പറയാം, ഗൗരവത്തോട് കേൾക്കണേ. ഒരിടത്ത് വായിക്കുന്നു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനും അവനെ. മറ്റൊരിടത്ത് പറയുന്നു, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനും. ഇതിലേതാ ശരി? അപ്പൊ ദൂതനെന്ന് പറഞ്ഞോ? അതൊരു വെളിപ്പാടാ. ഈ ദൂതൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളാ എന്ന് പറഞ്ഞാൽ വേലക്കാരാ. നിങ്ങളുടെ വീട്ടിൽ ഒരു ജോലിക്കാരി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിലും നിങ്ങളുടെ മറ്റു വിവരങ്ങളും ഒക്കെ അറിയാവുന്ന ജോലിക്കാരിക്കാണോ? ആണോ? ഇരിപ്പ് കണ്ടിട്ടാണെന്ന് തോന്നുന്നല്ലോ. അല്ലല്ലോ. ഇതുപോലെ രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളാണ് ആര്? അപ്പൊ ഇവർക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ദൈവം പറയണം. പക്ഷെ സഭ എന്ന വിഷയം ദൈവം പറഞ്ഞതല്ല, ദൈവം മറച്ചുവെച്ചതാണ്. ഇപ്പൊ ഏതൻ തോട്ടത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു, മനുഷ്യൻ പാപം ചെയ്തു, അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇതൊക്കെ ദൂതൻ അറിയത്തുള്ളൂ. ഹലോ, ഇങ്ങനെ വന്ന് പുത്രൻ ജനിച്ചു, പുത്രൻ മരിച്ചു, പുത്രൻ ഉയർത്തെഴുന്നേറ്റു, ഒടുവിൽ സഭ ഉൽപാദിതമായപ്പോ സ്തോത്രം, ഈ സഭയെ കർത്താവ് എന്ത് ചെയ്തെന്നറിയോ?
വേറെ ഒന്നും നടക്കുന്നില്ല. മോനായി AC-യുടെ ടെമ്പറേച്ചർ അല്പം അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അയ്യോ സ്തോത്രം, എന്തെല്ലാം വേണം. സ്തോത്രം. എന്നാണ്ട് ഇവിടെ അച്ഛൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്തിനാ നിങ്ങളെല്ലാവരും കൂടി വീഡിയോ എടുത്ത് ആകെപ്പാടെ കുളമാക്കുന്നത്? ഒരു സംഭവം, ഒരു ചെറിയൊരു സംഭവം നമ്മളെല്ലാവരും കൂടി ഇനി ഇന്റർനാഷണൽ റെവലേഷൻ പറഞ്ഞ് റൈനാർഡ് ബോങ്കിൽ നിന്ന് പ്രസംഗിച്ചാൽ എന്താ? നമ്മുടെ ഇടയിൽ ഒരു കൊച്ചെടുത്ത് ഒരു റിമോട്ടുമായിട്ട് നടന്നാൽ പിന്നെ അവനെ നോക്കിയായിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടയിൽ മാത്രമുള്ള കുഴപ്പമാണ്. നമ്മുടെ ഇടയെന്ന് പറഞ്ഞാൽ പെന്തക്കോസുകാരുടെ ഇടയിൽ മാത്രമുള്ള ഒരു സോക്കേടാ ഇത്. ഹല്ലേലൂയ, സ്തോത്രം. നാണമില്ലയോ എന്നാ ഞാൻ ചിലപ്പോ ഒക്കെ ചിന്തിക്കുന്നത്. ആമേൻ. സന്തോഷമായല്ലോ അല്ലേ? ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കാമല്ലോ. നാളെ ഇനി ഇവര് നോക്കത്തില്ല മാസ്റ്ററെ, ഇതുകൊണ്ട് ശരിയായി. അപ്പം ദൂതന്മാർ, ശ്രദ്ധിച്ച്, ദൂതന്മാരിന്ന് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എതിലെയാ? സഭയിലൂടെ. ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവന്റെ സേവനാത്മാക്കളാ. ഹലോ, അവർക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ തമ്പുരാൻ വെളിപ്പെടുത്തണം. അപ്പം ഇവൻ പാവം, മനുഷ്യൻ പാവം ചെയ്തു, പാവി അവനോട് മരണശിക്ഷ വിധിച്ചു, സ്തോത്രം, യേശു വന്നു മരിച്ചു. ദൂതനൊന്നും മനസ്സിലാകുന്നില്ല. ഏറ്റവും ഒടുവിൽ യേശുവിന്റെ ശരീരമായിട്ട് സഭയങ്ങ് പ്രഖ്യാപിച്ചു. ദൂതനൊന്നും പിടികിട്ടുന്നില്ല. അമ്മേൻ. ഈ സുവിശേഷം ഭക്തന്മാർ പറഞ്ഞു തുടങ്ങിയപ്പോ ദൂതന് മനസ്സിലായി, സുവിശേഷത്തിന്റെ മർമ്മത്താലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതിങ്ങനെ കേട്ടോണ്ട് ദൂതൻ വന്ന് സഭയ്ക്കകത്ത് എന്ത് ചെയ്യുക? കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഇവന്മാർ എന്തുവാ ഈ പറയുന്നേ? അല്ല, ദൂതനും അറിയണ്ട ഇതെങ്ങനെ ഈ നടന്നേന്ന്. മനസ്സിലായില്ല. സ്തോത്രം. ഞാൻ ചിന്തിക്കുന്നത് എല്ലാ ആരാധനയിലും ഏഞ്ചലിക് വിസിറ്റേഷനുകളുണ്ട്. അതെന്തിനാണെന്നറിയോ? പുതിയത് എന്തെങ്കിലും കേൾക്കാവുന്നവർത്താ. ഹലോ, ഇപ്പൊ പലയിടങ്ങളിലും ഈ ഗോലിയാത്തും ദാവീദിന്റെ 100 ആടിനെ അഴിച്ചു വിട്ട് ഗോലിയാത്തിന്റെ തല വെട്ടി മൊർദെഖായിയെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ മൊർദെഖായിയെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ എഴുന്നേപ്പിച്ച് ഹാമാനെ കൊണ്ട് കഴിവര ഉണ്ടാക്കി മൊർദെഖായിയെ കുതിരപ്പുറത്ത് കയറ്റി ഹാമാനെ കഴിവരത്തെ തൂക്കി എസ്തേറിനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ സന്ധ്യ വിശ്വസമായി 1-ാം ദിവസം ബൈബിൾ സ്റ്റഡി കേൾക്കാൻ വേണ്ടി ദൂതന്മാർ വന്ന് പുറകിലിരിക്കുക. അപ്പൊ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഇന്ന് ഇവൻ നശിപ്പിക്കുമെന്നാ തോന്നുന്നേ. പുതിയത് എന്തേലും കേൾക്കാവുന്നവർക്ക് വന്നു ദൂതൻ പുറകിലിരിക്കുക. അപ്പോ ഇവിടെ പറഞ്ഞ എന്തുവാ? കഴിഞ്ഞ ആഴ്ചയും ദാവീദായിരുന്നു, കഴിഞ്ഞ മുമ്പലത്തെ ആഴ്ചയിലും, കഴിഞ്ഞ മാസവും, അതിന് മുമ്പലത്തെ ആഴ്ചയും. ഇപ്പൊ വാ തുറന്നാ മതി, ദൂതൻ പറയാം, ഓ ദാവീദാ. സ്തോത്രം. എടാ, ദൂതനാകട്ടെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എവിടുന്നേ അറിയത്തുള്ളൂ? സഭയിലൂടെ അറിയുന്നേ. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവം അങ്ങനെ, അതാ ഈ സഭയുടെ പ്രസക്തി. ദൂതൻ മാത്രമല്ല അമേൻ, വാഴ്ചകൾ, അധികാരങ്ങൾ, സാത്താന്യ മണ്ഡലങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിലും സഭയിലൂടെയാണ്. ഈ സഭയിലെ അംഗങ്ങളാക്കിയ ദൈവം നമ്മെ തിരിച്ചേക്കുന്നത്. ഇത് സഭയുടെ പ്രസക്തി. Glory to God. നിങ്ങൾക്കറിയാമോ, നമ്മൾ സഭ എന്ന ശരീരമാണ്. ഇതെന്താണ്? ശരീരം. ഈ ചില ആളുകൾ പറയുന്നത്, എടാ സഭയൊന്നും വേണ്ടെന്നാ പറയുന്നത്. സഭയൊന്നും അങ്ങ് വേണ്ട, എവിടെങ്കിലും ഒരു കൂട്ടായ്മയ്ക്ക് അങ്ങ് പോയാ മതി. നീ കർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവനാ. ഹലോ, ഇപ്പൊ ദോവയിലല്ല, നാട്ടിലെ കാര്യമൊന്നും പറയണ്ടല്ലോ. എടാ കൊച്ച, എവിടെങ്കിലും ഒരു മെമ്പർഷിപ്പ് വേണം. നിനക്കൊരു സഭയുമായിട്ട് ബന്ധം വേണം. രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റവൻ നിൽക്കേണ്ടുന്നത് സഭയ്ക്കകത്താ. ഞാൻ പറയാം ഭാവങ്ങളെ, നമ്മളെല്ലാം ഈ ശരീരത്തിന്റെ ഭാഗമാകുന്നത് സഭയ്ക്കകത്ത് വരുമ്പോഴാണ്. ഇപ്പൊ എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ വലം കൈ ഒന്ന് വെട്ടി മാറ്റി, എന്റെ ശരീരം വികലാംഗ ശരീരമായി. മനസ്സിലായി? ഈ കൈ കൊണ്ട് ഇനി എന്തോ ചെയ്യാൻ കൊള്ളാം? 4 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ നിറം മാറും. 6 മണിക്കൂർ ആകുമ്പോൾ ഇത് വീർക്കും. ഇനി ഇച്ചിരൂടെ കഴിഞ്ഞാൽ പഴുക്കും. അപ്പൊ ഇതിനെ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ശരീരത്തോട് ചേരണം. നമ്മളെല്ലാം ആരാ? ശരീരത്തിന്റെ അവയവങ്ങളാ. ഇത് ഫങ്ഷൻ ആകുന്നത് എപ്പോഴാ? സഭയോട്
ശരീരത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നിനക്ക് ശരീരമെന്ന പ്രയോജനം ഉണ്ടാകുന്നത് സഭയോട് ചേർന്നിരിക്കുമ്പോഴാണ്. സഭയോട് ചേർന്നിരിക്കാത്തവന് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് ഞാൻ തെളിയിക്കാം. ഒന്ന് വരുന്ന ലേഖനം, സ്തോത്രം, 12-ാം അധ്യായത്തിന്റെ, ഒന്ന് വരുന്ന ലേഖനം 12-ാം അധ്യായത്തിന്റെ, വേഗം എടുത്തു, 12-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച, നിങ്ങൾ, അപ്പം നമ്മൾ ഒന്നിച്ചു നിന്നാൽ ആരായിരിക്കും? എന്നാൽ വെവ്വേറെയാണെങ്കിൽ എന്തായിരിക്കും? നിനക്ക് ആരാവണം? ശരീരം ആകണം, എന്ത് ചെയ്യണം? ഒന്നിച്ച് നിൽക്കണമെന്ന് പറ. അമ്മേൻ. ഇങ്ങോട്ട് ശ്രദ്ധിക്കേ, ഒരു കൂട്ടായ്മയ്ക്കകത്ത് വന്നു, പക്ഷേ മോന്തെ മീർപ്പിച്ചങ്ങ് ഇരിക്കുക. ഇവൻ ആരാന്നറിയോ? ജീസസ്. എടാ, അഭിഷക്തനെ അനുസരിക്കാതെ, ശുശ്രൂഷിക്കുന്ന ദൈവഭക്തനെ ബഹുമാനിക്കാതെ, മോന്തം വീർപ്പിച്ച് സഭയ്ക്കകത്തിരിക്കുന്നവൻ അവൻ ആരാ? ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട ഇതെന്താ ചെയ്യാൻ പോകുന്നത്? പഴുക്കുന്നത്, നാറും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കോളം കോപം. നമ്മളാരും ദൂതന്മാരൊന്നുമല്ല. ചിലപ്പോ വിദ്വേഷമൊക്കെ ചിലപ്പം തോന്നും, ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിയെന്ന് വരും. പക്ഷെ സൂര്യൻ അസ്തമിക്കുവോളം അതൊരു വളമാക്കി വെച്ചുകൊണ്ട് നടന്നാൽ നീ ശരീരമെന്ന ദൈവസഭയ്ക്കകത്തുനിന്ന് വേർപെട്ടുപോയി. ചിലര് ചോദിക്കത്തില്ലേ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാമോ നോക്കട്ടെ? 2 ദിവസം കഴിയട്ടെ, നാറും. ആർക്ക് മനസ്സിലാവാന്? പിടികിട്ടുന്നുണ്ടോ? ദൈവസഭയ്ക്കകത്തൊന്നും മാറി നിൽക്കാൻ ഒരിക്കലും പരിശ്രമിക്കരുത് കേട്ടോ. സാത്താന്യ അജണ്ടയാണ് സഭയെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ വന്ന് വലിയ പ്രസംഗമൊക്കെ പറയും, സ്തോത്രം, ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വമുള്ള ദൈവം നിങ്ങൾക്ക് തന്ന പാസ്റ്റർക്ക. നിങ്ങളെക്കുറിച്ച് കണക്ക് ചോദിക്കുന്നത് ഞങ്ങളോട് ആരോടും അല്ല. ഇനി ഞാൻ പോയി കഴിയുമ്പോൾ വരുന്ന അനീഷേലപ്പാറയോ, അനീഷേലപ്പാറ കഴിയുമ്പം വരുന്ന ജോഷി പാസ്റ്ററോ, ജോഷി പാസ്റ്റർ കഴിയുമ്പം വരുന്ന ഷെറി പാസ്റ്ററോ, ഇവരാരോടും അല്ല കർത്താവ് കണക്ക് ചോദിക്കുന്നത്, ഇടയനോടാണ് കണക്ക് ചോദിക്കുന്നത്. അപ്പൊ സഭയുടെ ഉത്തരവാദിത്വം ആർക്കാ? പറ. ഇടയന. അമ്മേൻ. ഹലോ, സ്തോത്രം. അപ്പൊ സഭയുമായി വിഘടിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ശരീരത്തോട് വിട്ടുപോയി. കായംകുളത്തു നിന്ന് ഹൈവേ മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് എറണാകുളത്ത് വരെ ഒരു കുഞ്ഞിന്റെ കൈയുമായി പോയ ചരിത്രം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും. പക്ഷെ പിടിപ്പിക്കാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി. എടാ, നിന്നെ ചേർക്കാവുന്ന ഒരു ടൈമുണ്ട്. എൻ്റെ പൊന്നു ബാബുക്കളെ, പല പുള്ളികളും പഴുത്തു വീങ്ങി നടക്കുക, പലയിടങ്ങളിൽ തുള്ളുന്നുണ്ടെങ്കിലും ശരീരവുമായിട്ട് ചേർക്കാൻ പറ്റുന്നില്ല, സമയം കഴിഞ്ഞു. കുറച്ചുനാൾ ഐസിനകത്തൊക്കെ ഇട്ട് ഫ്രീസ് ചെയ്തൊക്കെ കൊണ്ട് നടന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു പറ്റത്തില്ല. ഏതാ തുന്നി പിടിപ്പിക്കാൻ. എൻ്റെ സിസ്റ്ററുടെ വലത് കൈയുടെ തള്ളവരല് അറ്റുപോയതാ, ലിഫ്റ്റിനകത്ത് വെച്ച് അറ്റുപോയതാ. സ്തോത്രം. ആഗ്രയിൽ നിന്ന് ഡൽഹി വരെ ആ വിരലും കൊണ്ട് പോയി, സമയം കഴിഞ്ഞു പോയി, തുന്നാൻ പറ്റിയില്ല. എടാ മോനെ, നിനക്കൊരു പരാജയം പറ്റിയാൽ നിനക്ക് തിരിച്ചു വരാൻ ദൈവം തരുന്ന ഒരു അവസരമുണ്ട്. ആ അവസരത്തിനകത്ത് തിരിച്ചു വരാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ തലയും കുത്തി നിന്നാൽ ശരീരത്തിൽ കയറാൻ കഴിയത്തില്ല. ഞാൻ പറയാം സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എനിക്കും ഇഷ്ടമാണ് രോഗശാന്തി, എനിക്കും ഇഷ്ടമാണ് അസാധാരണമായ വിടുതലിന്റെ ശുശ്രൂഷ. മെസ്സേജുകൾ ഇല്ലാഞ്ഞിട്ടല്ല. എടാ, ഇതാര് പറയും?
ആമേൻ. ഇങ്ങനെ ഒത്തിരി ഫാക്റ്റുകളുണ്ട്. ഞാൻ വിൻസെന്റ് അങ്കിളിന്റെ കൂടെ താമസിക്കുന്നത്. സ്തോത്രം. ഇന്നലെ അങ്കിളിനോട് പിന്നെ അങ്കിളുടെ ജോലി സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യും. ഞാൻ ചോദിച്ചു എന്തിനാന്ന്. സർവീസ് ചെയ്യാൻ വേണ്ടിയാ. കേടൊന്നും ഇല്ല, പക്ഷേ തുരുമ്പ് വല്ലതൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് സർവീസ് ചെയ്ത് അതൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും അത്. മോനെ, ഇതുപോലൊരു സർവീസിങ് ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലെയുള്ള ഈ കണ്ണും ചെവിയൊന്നും കേൾക്കാത്ത ചില പുള്ളികളെ കൊണ്ട് നിർത്തുന്നേ. അമ്മേ, മുന്നിലിരിക്കുന്നവരുടെ പ്രതികരണവും ഞങ്ങൾക്ക് കാണത്തില്ല, അവര് പറയുന്ന വാക്ക് ഞങ്ങൾക്ക് കേൾക്കത്തില്ല. ഞങ്ങളുടെ വാ മാത്രം എപ്പോഴും തുറന്നിരിക്കും. ഹലോ, അതെന്തിനാണെന്നറിയോ? നിന്നെ സോപ്പിട്ട് അയ്യോ അച്ഛാനോ, സ്തോത്രം, സോറി ഒന്ന് ഉദാഹരിച്ചോട്ടെ, ഫിസിയോതെറാപ്പി മിനിസ്ട്രിയാ. എന്റെ അച്ഛൻ എന്തോ അച്ഛൻ ഇങ്ങ് വന്നാ മതി. അച്ഛന്റെ മുഖം കാണുമ്പോൾ അച്ഛാ പ്രസംഗിക്കാൻ അങ്ങ് തോന്നുക. അച്ഛൻ വന്ന് ഇരുന്നാ മതി. ഇതിന്റെ പേരാണ് എന്തോ ഫിസിയോതെറാപ്പി മിനിസ്ട്രി. അത് ഞങ്ങൾ നിർത്തി. സ്തോത്രം. എടാ, നീ ഏത് പരുവത്തിലും വന്നിരുന്നാൽ സ്തോത്രം, നിന്നെ കർത്താവ് ഇപ്പൊ കൊണ്ടു. ആ പണി ഞങ്ങൾ നിർത്തിയെന്ന്. സ്തോത്രം പറയാത്തോണ്ട് സ്തോത്രം. എടാ മോനെ, സഭയുമായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ് നീ ശരീരത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നീ സഭയാകുന്നത്. ഇതിൽ നിന്ന് പിണങ്ങി തെറ്റി 4 പേരെ വകഞ്ഞു പിടിച്ച് നീ മാറി നിൽക്കുമ്പോ ആരായിപ്പോയി? ഹല്ലേലൂയ. എന്തേലും നടക്കൂട. സ്തോത്രം. അപ്പോ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി. അപ്പൊ വെവ്വേറെയാകുമ്പോ ആരായി? ദോഹ ടൗണിൽ ശരീരമാകണേ ഒന്നിച്ച് നിന്നേ പറ്റൂ. പക്ഷെ ആരും ഇല്ലാത്ത ഉഗാണ്ട ഞാൻ ചെന്നാൽ ഞാൻ അവയവമല്ല, ഞാൻ ശരീരം. അവിടെ ഞാൻ തന്നെ ഉള്ളൂ. പക്ഷെ ദോഹയിൽ നീ തന്നെയല്ല, വേറെ ഒത്തിരി അവയവങ്ങൾ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോ എന്താവും? പക്ഷെ ആരും ഇല്ലാത്ത ഒരിടത്ത് വേറെ അവയവങ്ങളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ അവയവമല്ല, ഞാൻ ശരീര. ഇനി ഒരു കാര്യം ഞാൻ പറയാം. നീ ദൈവസഭയ്ക്കകത്ത് മോന്തയും വീർപ്പിച്ച് പിണങ്ങി മാറിയിരുന്ന രക്തം ജയം, സ്തോത്രം. നീ ദൈവസഭയ്ക്കകത്ത് മോന്തയും വീർപ്പിച്ച് പിണങ്ങി മാറിയിരുന്നാൽ നീ സഭയെ വികലാംഗ സഭയാക്കുക. മനസ്സിലായോ? അച്ഛാ പിണങ്ങല്ലേ, ക്ഷമിക്കണേ. ഉദാഹരണം, അച്ഛനെ ചിലത് അങ്ങോട്ട് ഒക്കുന്നില്ല. അച്ഛാ സഭയ്ക്കകത്തുനിന്ന് അങ്ങ് മാറിയുന്നു. അപ്പോൾ സഭയുടെ വലത് കൈ അങ്ങ് പോയി. അപ്പൊ അച്ഛൻ മാറി നിന്നപ്പോ ഈ സഭ എന്തുവായി? ഉത്തരവാദിത്തം പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമ്മൻ ആത്മാവിൽ പറഞ്ഞു തീർത്ത് വീണ്ടും ശരീരത്തോട് ചേർന്ന് നിന്നോണം. അമ്മേ, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പലയിടങ്ങളിലും ഒന്നും നടക്കാത്തതിന്റെ കാര്യം പിടികിട്ടിയോ? സ്തോത്രം. പലതും നടക്കേണ്ടതാണ്, പലരും ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ മാറി നിന്നതിനാൽ പക, പിണക്കം തുടങ്ങിയുള്ള സംഭവങ്ങൾ ശരീരത്തിൽ നിന്ന് അവയവം വേർപെട്ടു പോയതിനാൽ സഭ വികലാംഗ ശരീരമായി. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ സിസ്റ്ററുടെ വരവ് പോയപ്പോൾ ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. അമ്മേ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നത്തേതിൽ അവൾ അങ്ങനെ യൂസ്ഡ് ആയെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നോ, ഹല്ലേലൂയ. സഭ കർത്താവിന്റെ സ്വപ്നമാണ് കേട്ടോ. സഭ ഏകമാണ്. സഭ കത്തോലിക്ക അല്ല, കാതോലികം. കാതോലികം എന്ന് പറഞ്ഞാൽ സാർവത്രികം. കർത്താവിന് ഒരൊറ്റ സഭയുള്ളൂ. പക്ഷെ ഈ സഭയെ 2 വീക്ഷണത്തിൽ നമുക്ക് കാണാം. ഒന്ന് ദൃശ്യ സഭ, 2 അദൃശ്യ സഭ. അതായത് ദൃശ്യസഭ, അദൃശ്യ സഭ. ദൃശ്യസഭ എന്ന് പറഞ്ഞ ഇതാ നാം. ഏതാ അദൃശ്യ സഭ? നമുക്ക് മുമ്പേ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ.
Praise the Lord. ദൃശ്യ സഭയാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ അതിന്റെ അവയവങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോ ശരീരം. കേൾക്കണേ, ഞാൻ അതിനോട് ചേർത്ത് ഒരു വാക്കുകൂടെ അനുബന്ധമായിട്ട് പറഞ്ഞേക്കാം. സഭയിൽ ജനാധിപത്യം ഇല്ല. ഡെമോക്രസി ഇന്ത്യയിലേ ഉള്ളൂ. ഡെമോക്രസി സഭയിലില്ല. സഭയിൽ തയോക്രസിയേ ഉള്ളൂ. കേട്ടില്ല? ജനാധിപത്യം സഭയ്ക്കകത്തില്ല. സഭയ്ക്കകത്തേനേ ഉള്ളൂ. പറ. കേട്ടില്ല? തയോക്രസി എന്ന് പറഞ്ഞാൽ ദൈവാധിപത്യം. തയോസ് ദൈവം, തയോക്രസി ദൈവാധിപത്യം. സഭയ്ക്കകത്തേനേ ഉള്ളൂ. വിശ്വാസികളല്ല തീരുമാനിക്കേണ്ടത് പാസ്റ്റർ എന്ത് പ്രസംഗിക്കണമെന്ന്. വിശ്വാസി എഴുതി കൊടുക്കുന്നതല്ല പാസ്റ്റർ പ്രസംഗിക്കുന്നേ. വിശ്വാസി ആഗ്രഹിക്കുന്നതല്ല കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കുന്നേ. ആമേൻ. നിയോഗം അനുസരിച്ച പ്രസംഗം, നിയോഗം അനുസരിച്ച ശുശ്രൂഷ. ഒരുത്തനും കയറി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവസഭയ്ക്കകത്ത് തയോക്രസിയേ ഉള്ളൂ, ഡെമോക്രസി ഇല്ല. ഞാനിത് പറയുമ്പം ഞാൻ 10-14 വർഷമായിട്ട് സഭാ മിനിസ്ട്രി ചെയ്യുക. എൻ്റെ മഞ്ജു ബ്രദറെ, ഞാനിരുന്ന സഭയൊക്കെ വമ്പൻ കൊലകൊമ്പന്മാരുടെ സഭകളാണ്. ഹല്ലേലൂയ. ഞാൻ 2001 ചർച്ച് മിനിസ്ട്രിയിലോട്ട് കയറിയപ്പം ഞാനിരുന്ന ആദ്യത്തെ സഭ, വളരെ ചെറുപ്രായത്തിൽ ഞാനിരുന്ന ആദ്യത്തെ സഭ, സ്തോത്രം, 2 താഴിട്ട് പൂട്ടിക്കിടന്ന സഭയാണ്. വഴക്കുണ്ടായിട്ട് പാസ്റ്റർ പാഴ്സനേജിൽ താമസിക്കുന്നു. പാസ്റ്റർ ഒരു താഴിട്ട് ചർച്ച് പൂട്ടി, വിശ്വാസികൾ വേറൊരു താഴിട്ട് അതിൻ്റെ പുറത്തുകൂടിയിട്ട് പൂട്ടിയിട്ട് അവർ വീട്ടിൽ ആരാധിക്കുന്നു. അങ്ങനെ ആ താഴ് പൊട്ടിച്ചാണ് ആദ്യമായിട്ട് ഞാൻ സഭാ ശുശ്രൂഷയ്ക്കകത്തോട്ട് കയറുന്നത്. സ്തോത്രം. അവിടെ ഡെമോക്രസിയും കൊണ്ടിരുന്നാൽ ഈ അച്ചായന്മാരൊക്കെ എന്നെ കാലെ പിടിച്ച് മേളിലോട്ട് പൊക്കി നിർത്തും. സ്തോത്രം. അമ്മേ, ഒരുത്തം പറഞ്ഞ പോലെ അവിടെ വെട്ടൊന്നേ 2 മുറി ഒരടുക്കളയാ. മനസ്സിലായില്ല? എടാ, അവിടെ സ്നേഹമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നീട് ഞാനിരുന്ന സഭ 92 വർഷം പഴക്കമുള്ള സഭയാണ്. എൻ്റെ വല്യപ്പച്ചൻ്റെ പ്രായമുള്ള സഭ. ഞാൻ പറയുന്ന അവിടെ മൂപ്പന്മാരല്ല, മൂപ്പിലന്മാരാ ഉള്ളേ. പ്രായം കൂടിപ്പോയി. ആമേൻ. സ്വതന്ത്രം. ഞാൻ അവിടെ ചെല്ലുമ്പം ഇവരങ്ങനെ ഇരിക്കുന്നതെന്നറിയോ? അവിടുത്തെ പാസ്റ്റർ, നേരത്തെ ഇരുന്ന പാസ്റ്റർ പറയും, എല്ലാ ആഴ്ചയിലും പുള്ളി പറയും, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത് ഓർത്ത് നമുക്ക് പുറമോട്ട് തിരിഞ്ഞു നോക്കാം. അപ്പൊ ഈ അച്ചായന്മാരെല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയോ? നേരെ ഇതാണ് അവിടെ ശൈലി. ആമേൻ. ഞാൻ പറഞ്ഞേ, ഇങ്ങനെ പ്രശ്നഭരിതമായ സഭകളിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. എൻ്റെ അന്നത്തെ ഇന്നത്തെ നിലപാട്, സഭയിൽ ഡെമോക്രസി ഇല്ല. കമ്മിറ്റി അല്ല തീരുമാനിക്കുന്നത് പാസ്റ്റർ എങ്ങനെ മിനിസ്റ്റർ ചെയ്യണമെന്ന്. അമ്മേൻ. കർത്താവാ തീരുമാനിക്കുന്നത്. ഇങ്ങനൊരു സംവിധാനത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്തവന് ദൈവസഭയുടെ ഭാഗമാകാൻ കഴിയത്തില്ല. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാണ്. അച്ഛാ, ഉറങ്ങണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഉറങ്ങരുത്. വണ്ടി എടുത്ത് വീട്ടിൽ പോയി കിടന്നുറങ്ങും. എന്തിനാ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്? ഇത് പെടൽ പിടിഞ്ഞ് താഴെ വീണ് പിന്നെ അത്രയ്ക്ക് മീറ്റിംഗ് നിർത്തിയിട്ട് പോകേണ്ടത്. ഇനി ഇവിടുന്ന് എടുത്തോണ്ട് ആശുപത്രിയിൽ പോയി. പൗലോസിനെ പോലെയുള്ള പുള്ളികളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതും ബുദ്ധിമുട്ടാ. സ്തോത്രം. എന്തിനേ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിന് പോകുന്നേ? രക്തം ജയം. സ്തോത്രം. ആമേൻ. ഇരുന്നങ്ങ് തൂക്കി തട്ടിക്കൊള്ളിയോ. 1/4 കിലോ, 1/2 കിലോ, 3/4 കിലോ. സ്തോത്രം. ഇതൊരു പോരാട്ടോ. ദൈവജനം കേൾക്കുമ്പോൾ ഇരുന്ന് ക്രിക്കറ്റിന്റെ മുന്നിൽ വായും പൊളിച്ചിരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ കൂട്ടായ്മയ്ക്കകത്ത് വരുമ്പോൾ മാത്രം എന്നാ ഇത്ര ഉറക്കം? ഇതൊരു പോരാട്ടോ. എണ്ണ വെച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയം. സ്തോത്രം. വേറെ രാത്രി 4 മണി വരെ ഇരുന്ന് വർത്താനം പറയുന്നതിനും കുഴപ്പമില്ല. സ്തോത്രം. കരുണാകരൻ മന്ത്രിയായിരുന്നപ്പം നയനാർ ഒരു കുഴപ്പമില്ല. സഭയുടെ 4 കാര്യം പറഞ്ഞപ്പോ എന്തായിരുന്നു ഉറങ്ങുന്നേ? സ്തോത്രം. എനിക്ക് പ്രത്യേകിച്ച് സ്തോത്രം വെച്ചൊന്നും തരണം കേട്ടോ, ഞാൻ മേടിക്കത്തില്ല.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ സോപ്പിട്ട് നിങ്ങളുടെ പോക്കറ്റിലുള്ള ഊറ്റിക്കൊണ്ട് പോകാൻ വന്ന ആളല്ല ഞാൻ. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തന്ന നിയോഗങ്ങളുണ്ട്, സഭയോട് പറയാൻ എനിക്ക് തന്ന സന്ദേശമുണ്ട്, ഇത് പറയാൻ വന്ന. ഹല്ലേലൂയ. എന്റെ എക്കാലത്തെ ഒരു ആഗ്രഹമുണ്ട്, ഞാനൊരു സഭയിൽ കയറി അതിന് പ്രയോജനം ഉണ്ടാകണം. അമ്മേ, അല്ലാതെ എങ്ങനെ ഇരുന്നു തല്ലിപ്പഴിപ്പിച്ച് വിട്ടു ഭയങ്കര ഫയറാ എന്ന് പറഞ്ഞ് വിടാൻ വേണ്ടിയല്ല. നേരെയോ നിന്നില്ല, നിന്റെ കാര്യം പോക്കാന്ന് പറയാൻ തന്നെയാ വന്നേ. ശബ്ദം ഉയർത്തി കർത്താവിനെ ശ്രമിക്കാട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കേ, ഞാൻ പറഞ്ഞില്ലേ, സഭയില്ലാതെ ക്രിസ്തുവില്ല, ക്രിസ്തുവില്ലാതെ സഭയില്ല. ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് 2-ാം അധ്യായത്തിൽ, വാക്യം എടുത്ത് വായിക്കാൻ നേരമില്ല, അവിടെ വായിക്കുന്നത് 2-ാം അധ്യായത്തിൽ ദൈവം അവനെ കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. ആരെ? നിങ്ങൾ ക്രൂശിച്ച, 36-ാം വാക്യം, നിങ്ങൾ ക്രൂശിച്ച നസറേനായ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. അപ്പം അവനെ ക്രിസ്തുവാക്കിയത്, കർത്താവാക്കിയത് എപ്പോഴാ? ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ. അപ്പോ അവൻ കർത്താവും ക്രിസ്തുവുമായത് എപ്പോഴാ? ആമേൻ. ഇവിടെ കർത്താവാരാ? കർത്തൃത്വം ഉള്ളവനാ കർത്താവ്. യേശുവിലേക്ക് എപ്പോഴാ കർത്തൃത്വം വന്നേ? എഫേസ്യർ എങ്ങനെ വന്നാൽ മതി? 21-ാമത്തെ വാക്യം, എഫേസ്യർ 1:21. വേഗം കാണിക്കുന്നത്, എഫേസ്യർ 1:21. സർവ്വതും കാൽക്കീഴെ ആക്കി. എപ്പോ? 20-ാം വാക്യം. എപ്പോ? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. അപ്പൊ എപ്പോഴാണ് അവനിലേക്ക് കർത്തൃത്വം വന്നേ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു കഴിഞ്ഞപ്പോ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ അവനെ ഇപ്പൊ എന്ത് ചെയ്തു? ഉയർപ്പിക്കുക. എവിടെ ഇരുത്തി? സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത്. അവിടെ വലത്തുഭാഗത്ത് ഇരുത്തി. എങ്ങനെ ഇരുത്തിയ? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും അടുത്തത് സകലതും അവന്റെ കാൽ കീഴെ ആക്കി. ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനെയാണ് കർത്താവ് ആക്കിയത്. നേരത്തെ അവൻ കർത്താവായിരുന്നു, പക്ഷെ അവനെ പ്രഖ്യാപിച്ചത്. ഞാനതിന് പറയുന്ന ഒരു ഉദാഹരണം, സ്തോത്രം, നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ സ്തോത്രം കൗണ്ടിംഗ് സ്റ്റേഷനിൽ ഇരിക്കുന്നയാൾക്ക് മനസ്സിലാവും ആരാ ജയിച്ചതെന്ന്, പക്ഷെ അവർ പ്രഖ്യാപിക്കത്തില്ല. പ്രഖ്യാപിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തനുണ്ട്, അങ്ങനെ പേരാണ് വരണാധികാരി, അന്നേ റിട്ടേണിംഗ് ഓഫീസർ. സ്തോത്രം, അയാൾ അല്ലാതെ വേറെ ആർക്കും അധികാരി ആ ജയാളിയെ പ്രഖ്യാപിക്കാൻ കഴിയത്തില്ല. ഇതേ വിധത്തിൽ ആമേൻ എണ്ണിക്കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ജയാളിയായി, പക്ഷെ പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി ഔദ്യോഗികമായി അദ്ദേഹം ആമേൻ ആ മണ്ഡലത്തിന്റെ MLA യോ MP യോ ആയി. ഇതേ ക്രമത്തിൽ യേശു കർത്താവായിരുന്നു. ആമേൻ സകല ദുരാത്മ മണ്ഡലങ്ങൾക്കും അറിയാം അവൻ കർത്താവാണെന്ന്. എന്നാൽ ഇതാ സ്വർഗത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ, പിതാവിന്റെ വലത്തുഭാഗത്ത് അവനെ ഇരുത്തി കഴിഞ്ഞപ്പോ സ്വർഗം പ്രഖ്യാപിച്ചു, അവൻ 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 എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും എല്ലാ കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം ജനപാസ്റ്റർ, ഞാൻ ഈ വാക്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പം ഭാവങ്ങളും നിലവിലുള്ളതിന് മാത്രം അവൻ കർത്താവായിരുന്നെങ്കിൽ ക്യാൻസറിന് കർത്താവാകുകയില്ലായിരുന്നു, എയ്ഡ്സിന് കർത്താവാകുകയില്ലായിരുന്നു, പന്നിപ്പനിക്കും പക്ഷിപ്പനിക്കും കർത്താവാകുകയില്ലായിരുന്നു, തക്കാളിക്കും കത്രീനായിക്കും കർത്താവാകുകയില്ലായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ ചേരേണ്ട വാക്ക് ചേർത്തുണ്ടോ? വിളിക്കപ്പെടുന്ന
എന്ന് പറഞ്ഞാൽ മാനവജാതി ഉള്ളിടത്തോളം കാലം അവൻ ആദരം തുറന്ന് വിളിക്കുവാൻ സാധ്യതയുള്ള സകല നാമത്തിനും മീതെ യേശു കർത്താവ്. ഓ ഓ ഓ സകലത്തിനും മീതെ അവൻ കർത്താവ്, സകലത്തിനും മീതെ അവൻ കർത്താവ്, സകലത്തിനും മീതെ. ഓഹോ, ഇതാ വേദപുസ്തകത്തിന്റെ ശ്രേഷ്ഠത. ഒന്നും വിട്ടിട്ടില്ല, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ആമേൻ. അതാത് ചേരേണ്ട വാക്കുകളെ ചേരേണ്ട കൃത്യ ഇടങ്ങളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവനെ അത്യന്തം മീതെ ഇരുത്തി സകലവും അവന്റെ ആരുടെ കാലിന്റെ കീഴി? സകലവും അവന്റെ കാൽ കീഴിയാക്കി ജീസസ്. എന്നിട്ട് അവനെ സർവത്തിനും മീതെ തലയാക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന ശരീരമായ സഭയ്ക്ക് ആരെ കൊടുത്തു? ഏത് ക്രിസ്തുവിനെ? സകലതും കാലിന്റെ കീഴിലുള്ള ക്രിസ്തുവിനെ ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. ഓ ജീസസ്. 950 കീബോർഡ് ചർച്ച മേടിച്ചതാണേ. സ്തോത്രം. ഇപ്പൊ ഈ കീബോർഡ് ആരുടെയാന്ന് ചോദിച്ചാൽ എന്താ പറയുന്നേ? എന്തോ സഭയുടെ. ഇതുപോലെ സകലതും കാൽ കീഴെ ഉള്ളവനെ ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. എടാ, അങ്ങനെ വന്നാൽ സകലതും കാൽ കീഴെ ഉള്ളവൻ സഭയ്ക്കകത്ത് വന്നതിനാ അവന്റെ കാൽ കീഴെ ഉള്ളതെല്ലാം, ഓ അവന്റെ കാൽ കീഴെ ഉള്ളതെല്ലാം സഭയുടെ കാലിന്റെ കീഴിൽ. ഭയങ്കര അതോറിറ്റിയാ ദൈവം നമുക്ക് തന്നേക്കുന്നത്. ആമേൻ. എന്തൊക്കെയാ ആമേൻ. വാഴ്ച, അധികാരം, ശക്തി, കർത്തൃത്വം ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളത്. വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തിയവന് സഭയ്ക്ക് കൊടുത്തപ്പോ അവന്റെ കാലിന്റെ കീഴിൽ വന്നതെല്ലാം മൈ ഗോഡ് ജീസസ്. പൊടിയാണേ മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞിരിക്കല്ലേ. അവന്റെ കാലിന്റെ കീഴിൽ വന്നതെല്ലാം എവിടെ വന്നു? ചുമ്മാ ഇരിക്കാതെ സകലതും എവിടെ വന്നു? അവന്റെ കാലിന്റെ കീഴിൽ ഉള്ളതെല്ലാം നമ്മുടെ കാലിന്റെ കീഴേ. ഓ എടാ, ആഭിചാരം, മന്ത്രവാദം എന്നൊന്നും പറഞ്ഞ നീ ഇളകല്ലേ. അതെല്ലാം നിന്റെ കാലിന്റെ കീഴിൽ വന്നത്. അതെല്ലാം നിന്റെ കാലിന്റെ കീഴിൽ. ഓ ജീസസ്. കേൾക്കണേ, ഈ പകൽ എന്താ സംഭവിക്കുന്നത് അറിയുമോ? ഈ കൂട്ടായ്മ തുടങ്ങിയപ്പോ ഇവിടെ പുലി പോലെ നിന്ന കുട്ടിഭൂതങ്ങളൊക്കെ എലി പോലെ വാലും ചുരുട്ടി ഓടിയിട്ടുണ്ട്. കാരണം സഭയ്ക്ക് മനസ്സിലായി അവന്റെ കാലിന്റെ കീഴിലുള്ളതെല്ലാം എവിടെ വന്നു. ഇതിന്റെ റിസൾട്ടുകൾ മുഴുവൻ ചലിക്കുന്നത് ആത്മമണ്ഡലത്തിലാ, ദൃശ്യമണ്ഡലത്തിലല്ല, അദൃശ്യമണ്ഡലത്തിലാ. എനിക്കവിടെ ഇഷ്ടപ്പെട്ട ഒരു വാക്കുണ്ട് 23-ാമത്തെ വാക്യത്തിൽ. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ആ ഭാഗം ശ്രദ്ധിക്കാൻ. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ, വെയിറ്റ് നിറയ്ക്കുന്നവന്റെ. ആരാ നിറയ്ക്കുന്നേ? ദൈവം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ ആരാ? ക്രിസ്തു. അവന്റെ നിറവായിരിക്കുന്ന, എല്ലാം നിറയ്ക്കുന്നവനാരാ? ക്രിസ്തു. ആ നിറയ്ക്കുന്നവന്റെ നിറവേതാ? ഇതിനകത്ത് ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക, എന്നെ നിറയ്ക്ക്. ഹലോ, എന്നെ നിറയ്ക്ക്. എവിടെ ഇരുന്നിട്ടാ? നിറവില്ല. എന്തിയാ ഫ്ലാസ്ക് എന്തിയാ? സ്തോത്രം. കർത്താവിനെ നിറയ്ക്കാനുള്ള സംവിധാനമാണ് ഏത്? സഭ. അവന്റെ നിറവല്ല ഇതിനകത്ത് കിടക്കുന്നത്. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞാൽ അല്ല, നിറവിനകത്ത്. സഭയ്ക്കകത്ത് ഇരിക്കുന്നവൻ എവിടെ ഇരിക്കുന്നു? സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിറവ്. ഒന്നുകൂടെ പറഞ്ഞേ,
ദൈവത്തിന്റെ നിറവ്. ഒന്നുകൂടെ പറ. ഓ, അതിനകത്ത് ഇരുന്നിട്ട് നമ്മൾ പറഞ്ഞു എന്നെ നിറയ്ക്കുന്നു. കർത്താവ് ചോദിക്കുന്ന, എടാ മോനെ, എന്റെ നിറവാടാ സഭ. നീ ആ നിറവിന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ഹലോ. ഇതുകൊണ്ട് അഭിഷക്തന്മാർ വേദി കയറി എന്ന് പറയുന്ന പ്രാപിച്ചാട്ട് ഇതെങ്ങാണ്ട് ഇവിടുത്തെ സ്വതന്ത്രം ഗോലിയാത്തിനെ പ്രസംഗിക്കുന്നതിന് മനസ്സിലാകൂ. ഈ പുള്ളിക്ക് ഗോലിയാത്തിനെ പ്രസംഗിക്കാനേ അറിയത്തുള്ളൂ, കേൾക്കുന്നവർക്ക് ഗോലിയാത്തിനെ കേൾക്കാൻ കൈയടിക്കാനേ അറിയത്തുള്ളൂ. പ്രാപിച്ചാട്ട് ഇന്ന് പകലൊരു ഭയങ്കര ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോ അവൻ ചോദിക്കുന്നത്, എന്നാ പ്രാപിക്കാനായി പറയുന്നേ? കാണുന്നില്ലല്ലോ, എന്തോ പ്രാപിക്കാൻ? എടാ, നിനക്ക് മനസ്സിലാകത്തില്ല. ഓ ജീസസ്, നീ നിറവിനകത്തായിരിക്കുന്നേ. മടുത്തോ? നമ്മൾ നിറവിനകത്തായിരിക്കുന്നേ. അപ്പൊ നോക്കിയാൽ അവനെ കർത്താവാക്കി. എപ്പോ? ഇനിയും അവനെ ക്രിസ്തുവാക്കി. കർത്താവ്, എന്റെ ചിന്ത ഞാൻ പറയാമേ, ആമേൻ. കർത്താവാക്കി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്നപ്പോ കർത്താവാക്കി. അവനെ ക്രിസ്തുവാക്കിയത്. തലയില്ലാതെ ശരീരമുണ്ടോ? ശരീരമില്ലാതെ തലയുണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ അവനെ ക്രിസ്തുവാക്കിയത്. എന്റെ ചിന്ത ഞാൻ പറയാം. പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിക്കകത്ത് ഭക്തന്മാർ കൂടിയിരുന്നപ്പോ കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയ മുഴക്കം അവിടെ ഉണ്ടായില്ലേ? സ്തോത്രം. ഈ സെയിം ടൈമിൽ അമ്മേൻ ഇതുപോലൊരു വേദിയിൽ പ്രധാന സ്ഥലത്ത് കയറി നിന്ന് പിതാവായ ദൈവം പ്രഖ്യാപിച്ചു കാണും, അമ്മേൻ, യേശുവിനെ കർത്താവാക്കി, അമ്മേൻ, അവനെ ക്രിസ്തുവാക്കി. ഇത് പറഞ്ഞപ്പോൾ തന്നെ സെയിം ടൈം എന്റെ ചിന്ത ഞാൻ പറയാ, ഈ ഭൂമിയിൽ അവന്റെ ശരീരവും ഉടലെടുത്തു. അവനെ ദൈവം കർത്താവും, കമോൺ, അവനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അപ്പം ശ്രദ്ധിക്കണേ, നമ്മൾ അവന്റെ ശരീരം, ക്രിസ്തുവോ? ബാബുച്ചേ, എന്നെ കണ്ട അച്ഛൻ മനസ്സിലാക്കിയത് എൻ്റെ തല കണ്ടിട്ടാണോ ശരീരം കണ്ടിട്ടാണോ? ശരീരം കണ്ട് മനസ്സിലാക്കണമെങ്കിൽ SSLC ബുക്ക് എടുത്തോണ്ട് വരണം. അതിനകത്ത് മാത്രമേ ഉള്ളത്. വേറെ നമ്മൾ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യുന്നതല്ലേ എങ്ങനെ? തല കണ്ടിട്ട. ശരിയല്ലേ? നമ്മുടെ തല ആരാ? അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇറങ്ങി നിൽക്കുമ്പം കാണുന്നത് മഞ്ജു ബ്രദറിനെയും ജെറിൽ പാസ്റ്ററേയും ബാബുച്ചാനെയും ഒക്കെ ആയിരിക്കും. പക്ഷേ അവിടെ ഒരു കുട്ടിഭൂതം ഉണ്ടെങ്കിൽ അവര് കാണുന്നത് ഇതൊന്നും ആയിരിക്കില്ല. ആർക്ക് മനസ്സിലാവാൻ? അവിടെ ഒരു കുട്ടിഭൂതം ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ തലയിലോട്ടല്ലേ നോക്കുന്നേ. അവന്റെ കണ്ണിൽ നമ്മൾ ആരാ? ശരീരം. നമ്മുടെ തലയോ? കമോൺ, നമ്മുടെ തലയോ? ഓ ജീസസ്. നമ്മൾ ഈ കരിഞ്ഞു പുകഞ്ഞിരിക്കുന്ന അമ്പലമൊക്കെ കാണുമ്പോൾ കട്ടച്ചോര ജൈവെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സൈഡ് പിടിച്ചിങ്ങ് പോരുക അമ്മേ. അപ്പൊ അവിടെ ഇരിക്കുന്നവൻ പറയും, ഓ തോണ്ടടാ, ഇല്ല അവൻ വരുന്നു, എന്നെ ഇവിടെ ഇരുത്തുകയല്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുന്നു. നീ നിന്റെ പദവി തിരിച്ചറിയും. ഹലോ, ഗദരേന്യരുടെ ദേശത്തേക്ക് കർത്താവ് കാലെടുത്ത് വെച്ച ഉടനെ മറ്റേ സാധനം ഇളകി നിൽക്കുക. ഹലോ, നമ്മളെപ്പോലെ ഇളക്കാൻ വേണ്ടി പരിപാടിയൊന്നും കർത്താവ് നടത്തിയില്ല. അങ്ങനെയാണല്ലോ, നമ്മളൊരു സാധനം ഒന്ന് ഇളകി വന്നാൽ പിന്നെ ഇളക്കാനുള്ള അങ്ങനെ അതിനുള്ള പാട്ടുണ്ട്. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവബാധയും നീങ്ങിയിടുമേ, അല്ലേ? അതുപോലെ എത്രയെത്ര പാട്ടുകൾ. യേശുവിന്റെ രക്തത്താൽ ഇതൊക്കെ പറഞ്ഞ് പിന്നെ പ്രസംഗങ്ങൾ തന്നെ മാറി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്ര മനുഷ്യപുത്രൻ. പറഞ്ഞു ഇതിനെ അങ്ങ് ഇളക്കുക. ഹല്ലേലൂയ. പലർക്കും പല വിദ്യകളാണ്. ആലപ്പുഴ നടന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മേൻ, ഒരച്ചായൻ പഠിച്ച പണി 18 നടത്തിയിട്ട് ഭൂതം ഇളകുന്നില്ല. ഒടുവിൽ അച്ചാൻ പറഞ്ഞു, പൊക്കോ പിശാചല്ലേ, പുതിയ നിയമം വെച്ച് എറിഞ്ഞ് കളയുമെന്ന്.
പലർക്കും പല പരിപാടികളാണ്. സ്വതന്ത്ര കർത്താവിന് ഈ പരിപാടിയൊന്നും വേണ്ട. അവൻ ചെല്ലുന്നതിന് മുമ്പ് ഇളകി നീക്കുകയാണ്. ഗദരേന്യയുടെ ദേശത്തെ ഭൂതഗ്രസ്തൻ എങ്ങനെ മനസ്സിലായി അവിടുന്ന് വരുന്നുണ്ടെന്ന്? അവൻ ആത്മജീവിയാ, അവൻ അറിയാം ആരാ വരുന്നതെന്ന്. ആ ഭൂതം പറയുക, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ. നിന്നെ കാണുമ്പോ അമ്മൻ ഇവിടുത്തെ നാട്ടുകാർക്ക് നീ അച്ഛൻ കുഞ്ഞും, നീ ബാബുവും, നീ രാജുവൊക്കെ ആയിരിക്കും. പക്ഷേ അമ്മ ഒരു ദുർഭൂതം നിന്നെ കണ്ടാൽ അവൻ പറയുന്ന അതൊന്നുമല്ല. എടാ, ഓ ജീസസ്, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു അസാധാരണ പദവിയാണ്. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു ഇത് അനുഭവിക്കാനോ സഭയ്ക്കകത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. ഓ ജീസസ്, റാം ഷാ മഹത്തുനി റഖമോ സയാദന.